കൊന്തുരുത്തി പുഴയിൽ നിന്നുള്ള വേലിയേറ്റവും വെള്ളക്കെട്ടും കാരണം ദുരിതക്കയത്തിലാണ് വർഷങ്ങളായി കൊന്തുരുത്തിയിലെയും തേവരയിലെയും 129ഓളം വരുന്ന കുടുംബങ്ങൾ. സർക്കാർ പുറമ്പോക്ക് സ്ഥലത്തെ ഇവരുടെ കൊച്ചുവീടുകൾ തകർച്ചയുടെ വക്കിലാണ്. രോഗികളും കുട്ടികളും അടക്കമുള്ള വീടുകളിൽ കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള മലിനജലം കെട്ടിനിൽക്കുന്നു. ഇവരെ പുനരധിവസിപ്പിക്കുവാൻ 24 കോടി രൂപ വേണമെന്നിരിക്കെ ഇത്തവണത്തെ കോർപ്പറേഷൻ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് വെറും 2 കോടി രൂപ മാത്രം. കൊന്തുരുത്തിപ്പുഴ മെലിഞ്ഞ് ഇപ്പോൾ ഒരു കൈത്തോടായി മാറിയിരിക്കുകയാണ്. പക്ഷേ നിറഞ്ഞൊഴുകുന്ന അഴുക്ക് വെള്ളം ഇവിടുത്തെ 129ഓളം വരുന്ന കുടുംബങ്ങളുടെ ദുരിതത്തിന് കാരണമാവാൻ തുടങ്ങിയിട്ട് ഇന്നോ ഇന്നലെയോ അല്ല, നാളുകളുടെ പഴക്കമുണ്ട്. കൊച്ചിയുടെ കക്കൂസു മാലിന്യം കലർന്ന കൊന്തുരുത്തിപ്പുഴയിലെ അഴുക്കുവെള്ളത്തിൽ നിത്യജീവിതം തള്ളി നീക്കാൻ വിധിക്കപ്പെട്ട അടിസ്ഥാനവർഗ ജനതയാണിവർ. 35 വർഷത്തോളം ഞങ്ങൾ ഈ വെള്ളത്തിൽ കിടന്ന് കാണിക്കണത്. ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ തന്നെ വെള്ളം കയറി കൊടുത്തന്നെ. 2-3 വീട് മാത്രം വെള്ളം കയറാറുള്ളൂ. ആക്കല വീട്ടിലൊക്കെ വെള്ളം കയറിയാൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. എന്ത് ചെയ്യും? ഒരു മരണം നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു രാത്രി കിടത്താൻ പറ്റില്ല. കാരണം ചിലപ്പോൾ എപ്പോഴാണ് വെള്ളം കയറി വന്നെന്നറിയില്ല. സ്വന്തക്കാരും ബന്ധക്കാരും വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ വീട് കുഞ്ഞു വീടുകളാണ്. അവിടെ 10 പേർക്കൊന്നും ഇരിക്കാൻ പറ്റില്ല. ഒന്ന് പുറത്ത് കിടത്താൻ പറ്റില്ല. എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും ഞങ്ങൾ 4 പേര് മാത്രമേ കാണുള്ളൂ ഇവിടെ. കാരണം എന്താ വെച്ചാൽ ആർക്കും നിൽക്കാനും ഇരിക്കാനും സ്ഥലമില്ല. അഴുക്ക് വെള്ളം കയറി ആരും വരില്ല ഞങ്ങളെന്ന് കാണാൻ. കൊന്തുരുത്തിപ്പുഴയുടെ സമീപത്ത് താമസിക്കുന്ന ജനങ്ങളെ കുടിയൊഴിപ്പിക്കണമെന്നും പുനരധിവസിപ്പിക്കണമെന്നും 2020 ഹൈക്കോടതി ഉത്തരവിട്ടതാണ്. 5 വർഷങ്ങൾ പിന്നിട്ടിട്ടും നടപടി എങ്ങും എത്തിയിട്ടില്ല. 129 കുടുംബങ്ങളാണ് കൊന്തുരുത്തിപ്പുഴയുടെ തീരത്തെ പുറമ്പോക്കിൽ കഴിയുന്നത്. വീടുകൾ പലതും താമസയോഗ്യമല്ലാതായി കഴിഞ്ഞു. കൊന്തുരുത്തിയിലെ ഒരു സാധാരണ വീടിന്റെ അവസ്ഥയാണിത്. ഉപ്പുവെള്ളവും ശോചനീയമായ പരിസരങ്ങളും കാരണം ഈ വീടിന്റെ അടക്കം ഭിത്തികൾ പലതും തകർന്നടിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും പുനരധിവാസം എന്ന അപ്പക്കഷ്ണം കാണിച്ച് തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ അധികാരികൾ ഇവർക്ക് മുന്നിൽ വരാൻ മടി കാട്ടുന്നില്ല. ഇവർ മാറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പെരക്കെട്ട് വിളിക്കാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതൊന്ന് പൊക്കാന്ന് വെച്ച് പറയാം, മുകളിലോട്ട് പൊക്കിയാലേ ആകും പോകാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഗതികളിലാണ് ഇവിടെ കിടക്കുന്നത് നമ്മൾ. വൈകുന്നേരങ്ങളിലും രാത്രിയിലുമാണ് വേലിയേറ്റം ശക്തമാകുന്നത്. എന്ത് സംഭവിക്കും എന്നറിയാതെ പേടിച്ച് ഉറങ്ങേണ്ടി വരുന്നത് കിടപ്പ് രോഗികളടക്കം നിരവധി പേർക്ക്. വേലിയേറ്റം ഉണ്ടാവുമ്പോൾ ഒന്ന് മാറി താമസിക്കുവാനുള്ള പൊതുവിടം പോലും ഇവിടെയില്ല. മലിനജലം കുടിവെള്ളത്തിൽ കലരുന്നതാണ് മറ്റൊരു വെല്ലുവിളി. അങ്കണവാടി ടീച്ചർക്ക് പറയാനുള്ളത് എന്നും കാണുന്ന കുട്ടികളെയെങ്കിലും ഈ വെള്ളക്കെട്ടിൽ നിന്ന് രക്ഷിക്കണമെന്നാണ്. ഞാനിപ്പോൾ 1.5 വർഷത്തോളമായിട്ട് ഇവിടെ കാണുന്നതാണ്. ആ തോട് പൊങ്ങുമ്പോൾ കറക്റ്റ് ഇതിൻ്റെ ഉള്ളിലോട്ട് വെള്ളം കയറും. ഞങ്ങൾ രാവിലെ വരുമ്പോൾ 2 റൂം നിറച്ച് ഈ ചെളി വെള്ളമായിരിക്കും. ഇവിടെ 10-15 പിള്ളേരോളം അംഗനവാടിയിലുണ്ട്. കുറേ പിള്ളേർക്ക് ഈ ചൊറിച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾക്കും പറ്റുന്നില്ല. പ്രവർത്തകർക്കും അത് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം നല്ല വെള്ളം അല്ലല്ലോ, വരുന്ന അഴുക്ക് വെള്ളമാണ്. ശരിക്കും കുഞ്ഞുമക്കളായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടെന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെയാണ് വെള്ളം കയറി വരുന്നത്. പ്രശ്നം പരിഹരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന് കോർപ്പറേഷൻ പറയുന്നു. കഴിഞ്ഞ ജൂലൈയിൽ കോടതിയലക്ഷ്യ ഹർജിയിൽ പുനരധിവാസത്തിന് പകരം പണം നൽകി സ്ഥലം ഏറ്റെടുക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ ആ വിധി വന്നിട്ട് 8 മാസം കഴിഞ്ഞിരിക്കുന്നു. താമസക്കാരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ ഉറപ്പാക്കുമെന്ന കൊച്ചി മേയറുടെ പഴയ പല്ലവി ഇപ്പോഴും ആവർത്തിക്കുന്നു. കണക്കുകൾ പെരുപ്പിച്ച് കാട്ടിയതിന്റെ പേരിൽ പലപ്പോഴായി പഴി കേട്ടിട്ടുള്ള കൊച്ചി കോർപ്പറേഷൻ ഈ സാധുക്കളായ മനുഷ്യരോട് പറയുന്നത് നിങ്ങളുടെ ദുരിതം മാറ്റിത്തരുവാൻ പോകുന്ന ഫണ്ട് ഞങ്ങളുടെ പക്കൽ ഇല്ല എന്നാണ്. ഈ ദുരിതക്കയത്തിൽ നിന്ന് ഒരു ശാപമോക്ഷത്തിന് വേണ്ടി കൊന്തുരുത്തിക്കാർ ഇനിയും എത്ര നാൾ കാത്തിരിക്കണം? MT അധീഷിനൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഒന്നല്ല, ഒരുപാട് കുടുംബങ്ങളുടെ അവസ്ഥയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഇത്തവണത്തെ കോർപ്പറേഷൻ ബജറ്റിലും വളരെ തുച്ഛമായ തുക പുനരധിവാസത്തിനായി വകയിരുത്തിയതോടുകൂടി പ്രതീക്ഷയറ്റ് കഴിയുകയാണ് ആ ജനത.
ദുരിതത്തിലായ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവും 5 വർഷമായിട്ടും നടപ്പാക്കിയിട്ടില്ല. കാണാം ചില പ്രതികരണങ്ങൾ കൂടി. 24.82 കോടി രൂപ ഞങ്ങൾക്ക് പുനരധിവാസത്തിന് കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങളെ കൊണ്ട് നിർദ്ദേശപ്രകാരം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫണ്ട് കോടതിയിൽ എത്തിയിട്ട് കോടതി തന്നെ ഞങ്ങൾക്ക് ഇത് തരുന്നതിന് വേണ്ടിയിട്ട് നിർദ്ദേശം പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെയായിട്ട് നടന്നിട്ടില്ല. ഞങ്ങളും മനുഷ്യരല്ലേ മോനെ, ഇതിൻ്റെ ഉള്ളിൽ കയറും. ഒന്നല്ലെങ്കിൽ എങ്ങാടെങ്കിലും ഞങ്ങളെ എടുത്തുകൊണ്ട് പോകാൻ പറ, അതല്ലെങ്കിൽ ഇത് വെച്ച് കിടക്കാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും തരാൻ പറ. ഇത് ഒരു ജീവിതം ഇല്ലാത്തവർ എത്ര നാളായി തീട്ടം കോരി ഞാൻ മടുത്ത്. എനിക്ക് പാടണ്ടെങ്കിൽ കുഴപ്പമില്ല. വീട്ടിനകത്ത് വെള്ളം രാത്രി 12 1 മണിക്കൊക്കെയാണ് വെള്ളം കയറിട്ട് കിടക്കാൻ നിർത്തിയില്ലാതിരിക്കണത്. ഇത്ര അവസ്ഥയിലാണ് ഞങ്ങളോട് അനുഭവിക്കുന്നത്. ഈ ഏരിയ മൊത്തത്തിൽ എത്രയും വരം വെള്ളം പൊങ്ങിയിട്ട് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. തരാന്ന് പറയും, 14 തരാം, 10 തരാം എന്നൊക്കെ 15 തരാം എന്നൊക്കെ പറയുന്നല്ലാണ്ട് ഒന്നും ചെയ്യുന്നില്ല. മക്കളെ ഒന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് വല്ല റിപ്പയർ ചെയ്യാനെങ്കിലും തന്നെങ്കിൽ ഞങ്ങൾ അങ്ങനെയെങ്കിലും കാക്കി കിടന്നേനെ. വീടൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് എല്ലാവരുടെ വീട് വരെ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കണേണ്.